പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഒരു പ്രധാന കാര്യം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആഗോള സഭയെ നൈമഷികമാ ശിരസും ഹൃദയവും കോർത്തിടും രക്തധമനിയേശു വിടർത്തിടും അനന്തമാത്മാവിലത് പടർന്നുകൂടും. മരണമേ നിന്റെ വിജയം എവിടെ? പൗലോസ്ലീഹ, ഈശോയെ, എൻ്റെ ശിരസിലെ ലെഫ്റ്റ് സിൽവിയൻ ഫിഷറിൽ സബരക്നോഡ് ഹാമറേജ് വഴി സ്പർശിച്ച് അരമണിക്കൂർ ഹൃദയമിടിപ്പ് പോലെ നിർത്തി തന്ന് ഉടനെ അവിടുത്തോടുള്ള ദിവികാരൻ്റെ സ്നേഹത്താൽ ഓടിച്ചെന്നാൽ താരയിൽ അവിടുത്തെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തി CT സ്കാനും ചെയ്ത റിസൾട്ടുമായി രാജസ്ഥാൻ നിന്നും അഹമ്മദാബാദ് വഴി ഫ്ലൈറ്റിൽ ഇന്നലെ കൊച്ചിയിലിറങ്ങി ഇന്ന് ഞാൻ ലിസി ആശുപത്രിയിലെത്തുന്ന ദിവസം ഞാൻ ഓറിയൻറ്റഡ് ആണെന്നും ഫുള്ളി കോൺഷ്യസ് ആണെന്നും നാളത്തെ 13-ാം തീയതി 25 വർഷം മുമ്പ് 4 വെസൽ സെറബ്രൽ DSAയിലൂടെ ഞാൻ പരിപൂർണമായി സൗഖ്യപ്പെട്ടിരിക്കുന്നുവെന്ന് സബ്രാക്നോഡ് ഹാമറേജ് സംഭവിച്ച് കഴിഞ്ഞ ഉടനെ ഏതാനും ദിവസങ്ങൾക്കകം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഓർമ്മയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. രക്തധമനികൾ അവിടുന്ന് വിടർത്തി, അവിടുത്തെ ആത്മാവിൽ അത് പടർന്നുകൂടി. കർത്താവേ, തുടർന്നുള്ള മാർച്ച് 25-ന് അവിടുന്ന് നൽകിയ അഭൗമിക അനുഭവത്തിൻ്റെ അനുസ്മരണത്തിനായി ഞാൻ ഒരുങ്ങുന്നു. 25 വർഷത്തെ പൂർത്തീകരണത്തിനായി അതിനകം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർക്കുവാൻ കൊതിച്ചുകൊണ്ട് ഉള്ള എൻ്റെ ശ്രമം ഇതുവരെ അവിടുന്ന് വിജയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ വചനം വായിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, നീ എന്നേക്കാൾ നീതിമാനാണ്. ഞാൻ നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു. സാമൂവേലിൻ്റെ 1-ാം പുസ്തകം 24-ാം അധ്യായം 17-ാം തീയതി. തുടർന്ന് പറയുന്നു, കർത്താവ് എന്നെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എന്നോട് എങ്ങനെ പെരുമാറിയെന്ന് ഇന്ന് നീ കാണിച്ചു തന്നു. സാമൂവേലിൻ്റെ പുസ്തകം 1-ാം പുസ്തകം 24-ാം അധ്യായം 18-ാം വാക്യം. എൻ്റെ ഹൃദയം നിന്നു പോയിട്ടും എനിക്ക് ജീവൻ നൽകിയ ദൈവമേ, ജീവൻ്റെ അപ്പത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഈ ഒരു അനുഭവത്തിലൂടെ അവിടെ തന്നെ ധൈര്യപ്പെടുത്തി. മാർച്ച് 25-ന് ജീവൻ്റെ ശുശ്രൂഷയ്ക്കായി അവിടെ തന്നെ ധൈര്യപ്പെടുത്തി തിരുക്കുടുംബവുമായി വന്ന് ഉണ്ണിയെ കൈകളിൽ നൽകി. ഉണ്ണീശോയെ എൻ്റെ കൈകളിൽ അവിടെ നിന്നിരുന്നു. അനേക മാരക രോഗങ്ങളുടെ അനുഭവത്തിൽ അവിടെ നിന്നെ ശക്തിപ്പെടുത്തി. ഞാൻ രോഗിയായിരുന്നു എന്നുള്ള തിരുവചനത്താൽ രോഗികളോടുള്ള അഭൗമിക സ്നേഹവും അവിടെ നിന്ന് എനിക്ക് നൽകി. എല്ലാ ഗർഭശിശുക്കളെയും മക്കളില്ലാത്തവരെയും മാരക രോഗികളെയും പ്രായമായവരെയും സമർപ്പിക്കുന്നു. കരയാനറിയാതെ എതിർക്കാൻ കഴിയാതെ അമ്മതൻ ഉദരമാം പൂമെത്തയിൽ മയങ്ങും കുഞ്ഞിൻ മൗന നൊമ്പരം കേൾക്കാൻ കഴിയുമോ ഏ മനുഷ്യ?
ഈശോയെ, ജീവൻ്റെ മേഖലകളെല്ലാം സമർപ്പിക്കുന്നു. ഏത് മാരകാവസ്ഥ വന്നാലും ഏത് രോഗാവസ്ഥ വന്നാലും അതെല്ലാം സഹിക്കുവാൻ അവിടുന്ന് എനിക്ക് ശക്തി നൽകി. പുഷ്പം വിടർന്നാൽ തേൻ പൊഴിക്കും, വിടർന്നതു കൂടി വിത്തായിടും. പുഷ്പം വിടർന്നാൽ തേൻ പൊഴിക്കും, വിടർന്നതു കൂടി വിത്തായിടും. ഹൃദയം വിടർന്ന രക്തം പൊഴിക്കും, വിടർന്നാലേ പുതുജീവൻ പടർന്നിടൂ. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുന്ന ഈശോയെ, ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. വിടർന്നാലേ പുതുജീവൻ പടർന്നിടൂ. നമ്മുടെ ജീവിതത്തിൽ പിടികിട്ടാത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും ഈശോ നമുക്ക് ശക്തി നൽകും. ആഗോള സഭയെ നൈമഷികമാ ശിരസും ഹൃദയവും കോർത്തിടും. രക്തധമനി യേശു വിടർത്തിടും. അനന്തമാത്മാവിലത് പടർന്നുകൂടും. മരണമേ, നിന്റെ വിജയം എവിടെ? പൗലോസ്ലീഹ തൻ്റെ തിരുവചനത്തിലൂടെ, പൗലോസ്ലീഹ ഈശോ നൽകിയ തിരുവചനത്തിലൂടെ പറയുന്നു, മരണമേ, നിന്റെ ദംശനം എവിടെ? നന്ദി ഈശോയെ, നന്ദി. നന്ദി ഈശോയെ, നന്ദി. കോടാനുകോടി നന്ദി. നന്ദി ഈശോയെ, നന്ദി. കർത്താവേ, ഞാൻ ഇന്നും എന്നും ഉദാസീനനാകാതെ പ്രാർത്ഥിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 38:9. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും അതിസക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിലൂടെ നമ്മിൽ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.